വെച്ച് വേണ്ടോ. അപ്പോൾ ഈ പ്രാവശ്യം റോഡ്, നമ്മുടെ റീല്, പിന്നെ ഒരു കട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ മീൻ വല്ലതും കിട്ടുവാണെങ്കിൽ എടുക്കാൻ ഒരു വല, പിന്നെ 2 ഫ്രോഗ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഇട്ടേക്കുക. ഞാൻ പീക്ക്, നമ്മുടെ റിയൽ വാറ്റിൻ്റെ പീക്കും പിന്നെ നമ്മുടെ ജം ഫ്രോഗും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരാൾ എന്നെക്കാളും മുമ്പേ റെഡിയാകുക കേട്ടോ വണ്ടിയിൽ കയറാൻ. ഇതിപ്പോൾ വലിയ ഉടുപ്പ് വേണമെന്ന് പറഞ്ഞ് വേണ്ടേ ഒരു അവിടെ കിടന്ന ഏറ്റവും വലിയ ഉടുപ്പെടുത്ത്, അവിടെ ഉടുപ്പ് തന്നെ എടുത്തിട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ സ്പോട്ടിലെത്തി. ഇവിടെ മൊത്തം ഞാറാട്ടോ. ഇപ്പം ഞാറിൽ വെള്ളം കയറ്റിയതുകൊണ്ട് ചിലപ്പോൾ മീൻ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രതീക്ഷയിൽ വന്നതാണ്. ഒരു കിളിക്കൂടി ഇരിക്കുന്നുണ്ടോ, കാക്കയുടെ കൂടാന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് കണ്ടോ കണ്ടോ കണ്ടോ, ഒരു കിളിക്കൂടി ഇരിക്കുന്നുണ്ടോ, കാക്കക്കൂടാണ്ടോ ഗൈസ്. അങ്ങനെ സ്പോട്ടിൽ വന്ന് നമ്മുടെ റോഡും റീലും ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ക്രോസ് ഫയറിൻ്റെ 8 ഫീറ്റ് റോഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. FXൻ്റെ 4000 റീലും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആകെ 2 ഫ്രോഗ് എടുത്തിട്ടുള്ളൂ. കാരണം മീൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല. കുറച്ച് നാൾക്ക് ശേഷമാണ് വീണ്ടും നമ്മുടെ റോഡും റീലും ഒക്കെ എടുത്തുകൊണ്ട് പാടത്തോട്ട് ഇറങ്ങിയത് കേട്ടോ. അതുകൊണ്ട് റോഡും റീലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മീൻ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇതേ പോകുന്ന വഴിക്ക് ഒരാളവിടെ ഇങ്ങനെ നമ്മുടെ വഴിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന കേട്ടോ. നമ്മളൊരു മൈൻഡും ഇല്ല, അന്നൊരു പേടിയില്ല കേട്ടോ. പതുക്കെ അവൻ്റെ ജോലിയൊക്കെ തുടർന്ന് അവിടെ നിൽക്കുകയാണ്. ഞാനും അവനെ ശല്യപ്പെടുത്താതെ പതുക്കെ സൈഡിൽ കുടിഞ്ഞു പോകുന്നു. പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു പാടത്താണ് കേട്ടോ. ഇപ്പം 4 മണിയായപ്പോൾ എന്തായാലും ചൂണ്ടെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോൾ വെള്ളമൊക്കെ നേരത്തെ 2 ദിവസം മുമ്പ് വന്നപ്പോൾ നല്ല രീതിയിൽ വെള്ളമൊക്കെ കലക്കല. വൈകിട്ട് വന്ന് നോക്കിയപ്പോൾ വെള്ളം നല്ല രീതിയിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനെന്നാൽ നമ്മുടെ റോഡും റീലൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങാമെന്നുള്ള രീതിയിൽ പതുക്കെ പാടത്ത് വന്ന് ഇങ്ങനെ കാസ്റ്റ് ചെയ്യാം. പാടത്ത് എറിയാൻ പറ്റത്തില്ല, തോട്ടിൽ കാസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ. അപ്പം മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല വന്നേക്കുന്നത്. എന്തായാലും വരുവാണ്. വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പം നമ്മുടെ സ്ഥിരം ടാക്കിൾസൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പാടങ്ങളെല്ലാം ഞാറ് നല്ല രീതിയിൽ തളർത്തി കിളിച്ച് വരുന്നുണ്ട്. വെള്ളം കയറി കിടന്ന സ്ഥലമാണ്. ഇപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം തെളിഞ്ഞ് കിടക്കുകയാണ്. തോട്ടിൽ നിന്ന് വെള്ളം അടിച്ച് പാടത്തോട്ട് വിടാൻ വെച്ചേക്കുന്ന മോട്ടറായിരിക്കുന്നത് കേട്ടോ. വലിയ മോട്ടർ. അവസാനം പണി കിട്ടി. പണിയെന്ന് പറഞ്ഞാൽ ഏറ്റ പണി കാണിച്ചെടുത്തേ. എൻ്റെ റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ, ഒടിഞ്ഞു പോയി. 3 കഷ്ണമായിട്ട് ഒടിഞ്ഞു പോയി. 3 കഷ്ണം ചെറുമീൻ അടിച്ച കേട്ടോ. അവസാനം അത് പൊട്ടിച്ചോണ്ടും പോയി. കിട്ടിയില്ല, മീനും കിട്ടിയില്ല. മീൻ കിട്ടിയായിരുന്നെങ്കിൽ ഇച്ചിരി സങ്കടം ഇല്ലായിരുന്നു. പക്ഷേ മീനും കിട്ടിയില്ല, നമ്മുടെ റോഡും ഒടിഞ്ഞു പോയി. ഒന്നൊരു മിനിമം ഒരു 5 kg മേളിലുണ്ട് മീൻ. തൂക്കിയെടുത്ത് എൻ്റെ വലിയൊരു പിടുത്തമാണ്. ഞാനത് തൂക്കിയപ്പോഴാണ് ഒടിഞ്ഞു പോയത്. എന്ത് ചെയ്യാനാ. 3 പീസായിപ്പോയി. ടോപ്പ് വെച്ച ഒടിഞ്ഞു പോയ കേട്ടോ. ടോപ്പാണ് ഒടിഞ്ഞു പോയത്. ടോപ്പ് പീസ് മാത്രമായിട്ട് കിട്ടുമോ നോക്കട്ടെ. എന്താ ചെയ്യാനാന്ന് പറഞ്ഞാൽ ഒരു മീൻ അടിച്ച ഗൈസ്. വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്ത് കണ്ടോ. എൻ്റെ റോഡ് നാശമായിപ്പോയി. ഒരു മീൻ